നിറയെ ബേർഡ്സ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള കാണാത്ത ഒത്തിരി ബേർഡ്സ്, പിന്നെ അതിൻ്റെയൊക്കെ ജീവികളുണ്ട്. പിന്നെ എന്താണ് അവത നീല മനുഷ്യരുണ്ട്. അതൊക്കെ കാണാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അമ്യൂസ്മെന്റ് പാർക്ക് ഒരു മാജിക്കൽ വേൾഡ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫോട്ടോസൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല സ്റ്റോളുകളുണ്ട്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും ഒക്കെ ധൈര്യമായിട്ട് കൊണ്ടുവരാം. ആൻഡ് നല്ല ഫുഡ് കോർട്ടുകളുണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനം ഇനാഗ്രേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ. രാവിലെ 11 ഓപ്പണിംഗ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ കൃത്യസമയം 11 മണിക്ക് തുടങ്ങുകയാണ്. അപ്പം ധൈര്യമായിട്ട് വരിക. വേറെ ഒരു മാജിക്കൽ വേൾഡ് തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനും അകത്ത് കയറി കാണാനുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ആൻഡ് വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് ഓണർ സനൂപേട്ടൻ. നാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അതിശയായി കേട്ടോ. മൂലമറ്റം, ഞാൻ തൊടുപുഴ മൂലമറ്റം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആ മൂലമറ്റം മാത്രമല്ല, അശോക കറക്റ്റ് കവലയെന്ന് തന്നെയാണ് ചേട്ടൻ വരുന്നത്. അശോക കവല എന്ന് പറയുന്ന സ്ഥലമാണ് ഞങ്ങളുടെ അല്ലേ. എങ്ങനെയാണ് ആ ഒരു ജേർണി എന്ന് പറയുമോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന കാലം മുതൽ സ്റ്റാറായപ്പോൾ ഞങ്ങൾ അവിടെ അടുത്ത് താമസിക്കാൻ തുടങ്ങിയാണ്. ഞങ്ങൾ അവിടുന്ന് ഏകദേശം കുറച്ച് 10-15 കിലോമീറ്റർ അകലെയായിരുന്നു. അതിനുശേഷം നൈബറായിട്ട് താമസിക്കാൻ തുടങ്ങിയത്. അപ്പം ഞങ്ങളുടെ കടയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഷോപ്പിൽ വന്നു, ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. സംസാരിക്കാനോ പരിചയപ്പെടാനുള്ള ഒരു അവസരം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു അവസരം വന്ന സമയത്ത്, നല്ലൊരു പ്രോഗ്രാം വന്ന സമയത്ത് അതേ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നോഗ്രേഷൻ ചെയ്തിരിക്കുക എന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും അതിൽ ഞാൻ വളരെ സംതൃപ്തരാണ്. താങ്ക് യു. എന്നെ പ്രത്യേകം ക്ഷണിക്കാൻ തോന്നിയ ഒരു മനസ്സിനും നന്ദി പറയുന്നു. അമ്മേനെയും കണ്ടു. അമ്മോട് വന്നിട്ട് വന്നു. മോളെ മുഴുവൻകാരി അശോകക്കാരിയാണ്. അത് ഇപ്പോഴും ഒരു സന്തോഷമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടില്ല. ഇത്രയും എനിക്ക് 8ാമത്തെ എക്സ്പോയാണ് ചെയ്തത്. പത്തനംതിട്ട 2ാമത്തെയാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ചെയ്തു വെക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു കാര്യമല്ല. അതിന് പിന്നിൽ ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്കും എഫേർട്ടും ടൈമും മണിയും ഒക്കെ ഉണ്ട്. അപ്പം അതെല്ലാം ആ ഒരു ലെവലിലേക്ക് എനിക്ക് വളരാൻ കഴിഞ്ഞു എന്നുള്ളതിന് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്നാണ് എന്തെങ്കിലും കരുതി വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. നിങ്ങളല്ലേ? യെസ്. അപ്പൊ നിങ്ങൾക്ക് നാളെ രാവിലെ 11 മണിക്ക് നാളെ രാവിലെ 11 മണിക്ക് കൊണ്ടുവരാം. ഞാൻ ഇന്ന് പോയി കണ്ടിട്ട് ചെറുതായിട്ട് തിരിച്ചു പോകും. നമുക്കൊരു ദിവസം വേറെ ദിവസം കഴിക്കുകയാണെങ്കിൽ ഞാൻ വരാം. എല്ലാവരും ഒപ്പം കാണാനായിട്ട്. യെസ്, ഓക്കെ. എല്ലാവരും ആശംസകൾ നേരിടും ചേട്ടാ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ലവ് യു ഓൾ. ഒരു ക്വസ്റ്റ്യൻ, എന്റെ മാത്രം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. പുതിയ എന്തെങ്കിലും പ്രോജക്ട്സ് നമ്മളോട് അനൗൺസ് ചെയ്യാനായിട്ടുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? പുതിയ പ്രോജക്ട്സ് പുതിയത് നമ്മളിപ്പോ ചെയ്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞ മൂവിയാണ്. അതൊരു കുറച്ച് ഡിലേ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. എന്നത്തേക്കാണ് റിലീസ് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. സ്വന്തമായിട്ട് ഒരു പ്രൊഡക്ഷൻ തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ഒരു തമിഴ് മൂവി ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങുകളാണ്. മേ ബി നെക്സ്റ്റ് ഇയർ അതൊന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. നമ്മുടെ പത്തനംതിട്ടക്കാരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പൊ ഹണി, ഞാൻ വന്നപ്പോഴേ ഒരു റിക്വസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ മെറൈൻ വേൾഡ് എന്ന് പറയുന്നത് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു വിസ്മയ ലോകമാണ്. അപ്പൊ ആ ഒരു വിസ്മയ ലോകമാണ് ഹണി നമ്മുടെ പത്തനംതിട്ടക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ തുറക്കപ്പെടാൻ പോകുന്നത്, ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു പാട്ട് ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ പാട്ട് ഇട്ട് തന്നാൽ നമ്മളെല്ലാരും ചേർന്ന് അടിച്ചു പൊളിച്ച് ഗംഭീരമായിട്ട്, സനുവേണ്ട സ്വന്തം നാട്ടുകാരിയാണ് കൂടെ ഉള്ളത്. അപ്പൊ അടിച്ചു പൊളിച്ച് ഗംഭീരമായിട്ട് നമ്മൾ കുമാരയുടെ കൗൺസിലേഴ്സും വിജയ് മച്ചാനും ജീബുവും
ഞങ്ങൾക്കൊപ്പം എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പെർഫോമൻസോട് കൂടി നമ്മൾ ഡയറക്ട്ലി ഗോയിങ് ടു റിബൺ കട്ടിംഗ്. എന്റെ കൂടെ നിങ്ങൾ ഡാൻസ് ചെയ്യോ? ഭയങ്കര മോശമാണ് ഡാൻസില്. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജയൻ സാറിനെ നമ്മള് സിനിമകളിൽ കൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ സൂപ്പർ സ്റ്റാർ ആണ് അല്ലേ, നമ്മളെ വിട്ടുതിരിഞ്ഞു പോയ അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തോടൊപ്പം ഒരിക്കലും അഭിനയിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കില്ല. പക്ഷെ ഇങ്ങനെയെങ്കിലും ഒരു ചെറിയ 2-3 സ്റ്റെപ്പൊക്കെ വെച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം ചെയ്തു. ആൻഡ് ജയൻ സാറിനെ പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. താങ്ക് യു സോ മച്ച്. ഇത്ര ദിവസം അറിയോ? അയ്യോ, അത് ഭയങ്കരമാണല്ലോ. ഇദ്ദേഹമാണ് നമ്മുടെ ജയൻ സാറിനെ ഇപ്പൊ 2 മിനിറ്റ് മുമ്പ് ചെയ്ത ആള്. ചേട്ടന്റെ പേര് അജിത് ചെങ്ങർ. ഭയങ്കര മനോഹരമായിട്ട് ചെയ്തു. താങ്ക് യു. ഹണി ഒരു മിനിറ്റ്, നമുക്ക് പാട്ടിടുന്നതിന് മുന്നേ ഹണിക്കുള്ള ഒരു ചെറിയ പണിയും കൂടെയാണ് കേട്ടോ ഈ ഒരു വേദി എന്നുള്ളത്. അപ്പൊ പണി എന്താണെന്ന് സർപ്രൈസ് ആണ്. അതിനായിട്ട് ഞാൻ വിജയ വച്ചാലൊന്ന് മുന്നിലേക്ക് വരാമോ? ഇതുപോലുള്ള ഒരു സ്റ്റേജ് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ഇങ്ങനെ ഈ ജയൻ ആ ഒരു സംഭവം ഇതുപോലെ ചെറിയ പണിയുള്ള സ്റ്റേജ് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ പത്തനംതിട്ടക്കാരുടെ സ്നേഹമാണ് ഈ പണി എന്ന് പറയുന്നത്. വിജയ വച്ചാൽ തന്നെയല്ല. അപ്പൊ എന്താണ് നമുക്ക് ഹായ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഈ സമയത്ത് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ദൈവം ഉണ്ട് എന്നുള്ളൊരു തോന്നി തുടങ്ങിയൊരു സമയമാണ്. പിന്നെ നമ്മളിവിടെ വരുമ്പോ നമുക്ക് ചേച്ചിക്ക് ഒരു ചലഞ്ച് കൊടുക്കട്ടെ? ഓക്കെ അല്ലേ? ഓക്കെ ചേച്ചി, നമ്മൾ പരിചയപ്പെട്ടിട്ട് എത്ര വർഷമായി? എനിക്ക് കൃത്യമായിട്ട് ഓർമ്മില്ല. പക്ഷെ ഒരു 3-4 സ്റ്റേജിൽ നമ്മൾ മീറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഓർക്കുന്നത്. ഇത്ര എന്നെ അറിയാമല്ലോ അപ്പം. ഓക്കെ ചേച്ചി എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഞാന് ചേച്ചി നമുക്ക് ആ ചലഞ്ചിന് മാറി. ചേച്ചി ചലഞ്ച് വിന്നായിരുന്നെങ്കിൽ ഞാൻ ചേച്ചിക്ക് ഒരു മൊബൈൽ അങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മുടെ മച്ചന്മാർ റെഡിയാണോ? ഓക്കെ, അപ്പൊ ഞാൻ നമ്മുടെ സിറ്റി മൊബൈൽസിനെ റിലീസൊക്കെ ഒന്ന് ക്ഷണിക്കാം. ഇവിടെ തൊട്ടടുത്തുണ്ട്. ഈ പുള്ളിയാണ് നമുക്ക് ഫുള്ള് മൊബൈൽ സ്പോൺസർ ചെയ്തിട്ടുള്ളത് പത്തനംതിട്ടയില്. ഒരു കൈയടി. ഓക്കെ, അത് ഇവിടെ ആരെങ്കിലും എന്റെ അക്കൗണ്ട് സിറ്റി മൊബൈൽസിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്ത് ആരുണ്ട്? അപ്പൊ ഇവർക്ക് നമ്മൾ ഒരു മൊബൈൽ കൊടുക്കും. ഒറ്റ ഒരാഴ്ച ഉള്ളൂ. ഓക്കെ, ഇവരാണ് ആദ്യം മൊബൈലോട്ട് വന്നത്. പക്ഷെ ക്രൗഡിന്റെ ഇടയിലല്ലേ, അത് ന്യായമായ കാര്യമല്ലേ? ഓക്കെ ഓക്കെ, ഇയാള് ക്രൗഡിന്റെ ഇടയിലാണ് കയറി വന്നത്. ഓക്കെ അല്ലേ? അയ്യാ, നീ ഫോളോ ചെയ്യുന്നുണ്ടോ? ഓക്കെ, നമ്മുടെ അക്കൗണ്ട് ഈ മച്ചാൻ ഫോളോ ചെയ്യുന്നുണ്ട്. നീ ബ്രോഡ്കാസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് സിറ്റി മൊബൈൽസ് ജോയിൻ ചെയ്യുന്നുണ്ടോ? അത് ഫോളോ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഞാൻ പത്തനംതിട്ടക്കാരനല്ല, ഞാൻ ആലപ്പുഴക്കാരനാണ്. അപ്പം ഈ ഒരു മൊബൈല്, ഐക്യൂന്റെ മൊബൈല് ചേച്ചി സന്തോഷമായിട്ട് ഈ പയ്യന് കൊടുക്കുമോ? ഓക്കെ, അപ്പൊ ഇനിയും കൊടുക്കും. നമ്മുടെ ചെക്കൻ 100K കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയും നമ്മൾ മൊബൈൽ എടുക്കും. അടുത്ത ഒരു സന്തോഷ വാർത്ത, നമ്മൾ ഇന്നൊരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 20 മൊബൈലാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേക്കുന്നത്. 20 പേർക്ക് നമ്മൾ ചലഞ്ചുമായിട്ട് ഇറങ്ങുന്നുണ്ട്. അത് നല്ല ഒന്നാന്തരം ഫോണാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാകുക. ഓക്കെ അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മുടെ ഹണി റോസ് ഇവിടെ വന്ന ആ ഒരു സന്തോഷം, നമ്മുടെ സന്തോഷമായിരിക്കാണ് പുള്ളിക്ക് ഒരു മൊബൈൽ ഫോൺ കിട്ടി. കൺഗ്രാറ്റുലേഷൻ ആൻഡ് താങ്ക് യു സോ മച്ച് സിറ്റി മൊബൈൽസ്. അല്ലെ, സിറ്റി മൊബൈൽസിൽ അവളൊന്ന് വലിയ നന്ദി അറിയിച്ചുകൊണ്ട് ഹണി റെഡിയല്ലേ ഡാൻസ് കളിക്കാൻ? നിങ്ങളുടെ ഡാൻസ് കളിച്ചാൽ മാത്രമാണ് ഹണി റോസ് ഫസ്റ്റ് ആയിട്ട് സ്റ്റെപ്പ് വയ്ക്കുന്നുള്ളൂ അല്ലെ? ഇവരുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും. അതെ, സനൂപ് സാറിനോട് സന്നിഹിതനാണ്. സനൂപ് സാർ നാട്ടുകാരിയോട് 2 സ്റ്റെപ്പ് വെച്ചിരിക്കും. പിന്നെ എന്താ ആഘോഷം? സോങ് പ്ലീസ്. സോങ് ഒന്ന് പ്ലേ ചെയ്യണേ. നമ്മുടെ
നമുക്ക് സോങ് വരാൻ പോവാണ്. നമുക്ക് ഇവിടെ കുറച്ച് സ്പേസ് വേണം എന്നുള്ളൊരു ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഡിലേ വെച്ചു. നമുക്ക് സോങ് ഇട്ടാലോ? ഹണിക്ക് എന്തെങ്കിലും സോങ് സജഷൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഇഷ്ടമുള്ള സോങ് ഇടും. നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റെപ്പ് വയ്ക്കുക കേട്ടോ. അപ്പൊ ഡാൻസ് കളിക്കണമെന്നുള്ള മടുത്തേക്കുന്ന ആളുടെ തലയിലെ കയ്യിലും കാലിലേക്ക് കൊള്ളരുത് കേട്ടോ. ചേട്ടാ നമുക്ക് ഏതെങ്കിലും ഒരു വൈറ്റ് ആൻഡ് സോങ് വെച്ചോളൂ. അപ്പൊ നമ്മുടെ മെറൈൻ വേൾഡിന്റെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2025 ഒഫീഷ്യൽ ഇനോഗ്രേഷന് മുന്നേ നമ്മൾ പത്തനംതിട്ടക്കാരെല്ലാവരും ചേർന്ന് ആരുടെ കൂടെ ഹണി റോസിന്റെ കൂടെ 2 സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഇതാ പോവാണ്. വരാൻ മാത്രമുള്ള ഒരു കാത്തിരിപ്പ്.